ഹായ്, ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ലോഗാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഐക്കൺസ്യാം എന്ന് പറയുന്ന ഷോപ്പിംഗ് മാളിലേക്കാണ്. അത് ഇവിടുത്തെ ദ മോസ്റ്റ് ലക്ഷറിയസ് ഷോപ്പിംഗ് മാൾ ആണ് കേട്ടോ. അപ്പൊ അവിടെ എന്തോ ഒരു ലാൻഡേൺ ഫെസ്റ്റിവൽ നടക്കുന്നു ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് പോയി നോക്കാം. കിളിയാവോന്ന് അറിയത്തില്ല, നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ BTS സ്കൈ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ എങ്ങനെയാ പോകുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? കുറച്ച് തിളക്കം കൂടുതലാണോ? എന്താണേലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഇടണേ. ഇത് ഞാൻ ഇവിടെ H&M എന്ന് വാങ്ങിച്ച ഒരു ഓവർകോട്ടാണ്. എനിക്ക് എന്തോ ഈ തിളക്കം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാ, പക്ഷെ കുറച്ച് കൂടിപ്പോയോന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഐക്കൺസ്യാം ഷോപ്പിംഗ് മാൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞ പോലെ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ മോസ്റ്റ് ലക്ഷറിയസ് ഷോപ്പിംഗ് മാൾ. അത് തായ്ലൻഡിൽ നിന്നല്ല, ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ലക്ഷറിയസ് മാളാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മാത്രമല്ല ഈ ഒരു ഷോപ്പിംഗ് മാൾ ഉള്ളത് ഒരു റിവർ സൈഡ്, അതായത് ചാവപ്രായ എന്ന് പറയുന്ന റിവറിൻ്റെ സൈഡിലാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം ചുമ്മാ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കാരണം ഈ റിവറിൽ കൂടെ മറ്റേ ക്രൂയിസ് ഡിന്നേഴ്സിൻ്റെ ക്രൂയിസസ് ഒക്കെ പോകുന്നുണ്ടാവും. പിന്നെ അവിടെ മിക്ക ദിവസവും എന്തെങ്കിലും പ്രോഗ്രാംസും കാണാം. ഇപ്പോൾ കറന്റ് അവിടെ ലാൻഡോൺ ഫെസ്റ്റിവൽ നടക്കുന്നതാണ് കേട്ടത്. അത് ഈ ഓഗസ്റ്റ് 15 വരെ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഇരിക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ കണ്ടോ? എപ്പോൾ കണ്ടാലും പുള്ളി ഹായും ബായും ഒക്കെ പറയും കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇതേ കണ്ടോ, പുള്ളി എണിക്കുന്നുണ്ട്, വരുന്ന കണ്ടപ്പോഴേ എണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ BTS സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടക്കാനായിട്ടുണ്ട്. ഇത് ആക്ച്വലി സുഖുംവിറ്റ് 24 എന്ന് പറയുന്ന ലെയിനാണ് കേട്ടോ ഈ കാണുന്നത്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഈ ഒരു ലെയിനിലാണ്. അപ്പോൾ ഈ ഒരു ലെയിനിന്റെ എൻഡിൽ ഒരു BTS സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ നടക്കുന്നത്. കണ്ടോ, ഇതെല്ലാം മസാജ് പാർലേഴ്സ് ഒക്കെയാണ്, റേറ്റ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ടോ. പിന്നെ വേണ്ട സ്പിരിറ്റ് ഹൗസ്, ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എല്ലാ ഷോപ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്പിരിറ്റ് ഹൗസസ് കാണും. ഇത് എന്താ പറയുക, ഒരു പൂവും എന്തെങ്കിലും ഓഫറിങ്സ് ഒക്കെ ഡെയിലി അതിൻ്റെ ഫ്രണ്ടിൽ വെക്കും കേട്ടോ. ഇത് കണ്ടോ, ചിക്കൻ സാത്തായി എന്ന് പറയുന്ന ഡിഷാണിത്. അത് ഇങ്ങനെ ഡെയിലി ഇവിടെ പുള്ളിനെ കാണാറുണ്ട്. ട്രൈ ചെയ്തിട്ടില്ല, ഒരു ദിവസം ട്രൈ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ചിക്കൻ മാത്രമല്ല കേട്ടോ, പോർക്കും ബീഫും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതേ BTS സ്റ്റേഷനിൽ എത്തി കേട്ടോ. ഇനി ടിക്കറ്റ്സ് എടുക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാവേ. അപ്പോൾ ഈ ഐക്കൺസ്യാം ഷോപ്പിംഗ് മാളിൽ പോകാനായിട്ട് നിങ്ങൾ ബാങ്കോക്കിലുള്ള ഏത് BTS സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നതെന്നുണ്ടെങ്കിലും ക്രങ്തോൺബുരി എന്ന് പറയുന്ന BTS സ്റ്റേഷനിലേക്ക് വേണം ആദ്യം ടിക്കറ്റ് എടുക്കാൻ. ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് ഇറങ്ങിയതിന് ശേഷം BTSന്റെ ഗോൾഡൻ ലൈൻ എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് കൗണ്ടേഴ്സ് കാണും. അവിടെ ചെന്നിട്ട് G2 സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക. ആൻഡ് ഈ G2 സ്റ്റേഷനിലാണ് നമ്മുടെ ഐക്കൺസ്യാം ഷോപ്പിംഗ് മാൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രോസസ്സ്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്ക് ടിക്കറ്റ്സ് ഒന്നെങ്കിൽ ക്യാഷിൽ എടുക്കാം, അല്ലെങ്കിൽ QR പേയ്മെൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു സ്ക്രീനിൽ നമുക്ക് പോയേണ്ട സ്റ്റേഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ക്രങ്തോൺബുരി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ കാർഡ്. ഇനി നമ്മൾ പോകാനായിട്ട് ഈ കാർഡ് ഇവിടെ ഇങ്ങനെ സ്കാൻ ചെയ്യണം. കണ്ടോ, ഈ ഒരു സർക്കിൾ വേണം സ്കാൻ ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ, അതായത് ക്രങ്തോൺബുരിയിൽ എത്തുമ്പോൾ നമ്മൾ ഈ കാർഡ് തിരിച്ച് ഡ്രോപ്പ് ചെയ്യണം. അതായത് സ്കാൻ അല്ല ചെയ്യേണ്ടത്, തിരിച്ച് ഡ്രോപ്പാണ് ചെയ്യുന്നത്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് കറക്റ്റ് പ്ലാറ്റ്ഫോമിൽ വരാമെന്നുള്ളത് ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക. വീഡിയോ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ ഡോർസ് ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് ആരോസ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? അതിനകത്ത് സ്ലാൻഡിങ് ആരോസ് 2 സൈഡിലും ഉണ്ട്. അത് ആൾക്കാർക്ക് കയറാനായിട്ടുള്ള ഡയറക്ഷനാണ് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ മധ്യത്തിൽ 2 സ്ട്രെയിറ്റ് ആരോ എന്ന് പറഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് ഇറങ്ങി പോകാനുള്ള വഴിയാണ് കാണിച്ചേക്കുന്നത്. ആൻഡ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിൽക്കുന്ന എല്ലാവരും ആ ആരോസ് നോക്കി ക്യൂ ആയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പൊ ട്രെയിൻ വന്നു, ഇനി തിരക്കായിരിക്കും കേട്ടോ. ഇനി ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിത് ഇപ്പം ഈ ക്രങ്തോൺബുരി എന്ന് പറയുന്ന സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇപ്പം കറൻ്റ്ലി നിൽക്കുന്നത് ഈ കാണുന്ന യെല്ലോ മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു സ്പോട്ടിലാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഗോൾഡൻ ലൈനിൽ കയറി G2 എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് പോകേണ്ടത്. G2 സ്റ്റേഷനിലാണ് ഐക്കൺസ്യാം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടിക്കറ്റ് എടുക്കാം.
അപ്പോൾ ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തത് ഈ ക്രങ്തോങ്പുരി സ്റ്റേഷൻ വരെ അല്ലായിരുന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ ഈ കാർഡ് ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന സ്ലോട്ടിൽ അത് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഇത് ഓപ്പൺ ആയി. എന്നിട്ട് അടുത്ത ഗോൾഡ് ലൈൻ ടിക്കറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത്, ഗോൾഡ് ലൈൻ ടിക്കറ്റ് കൗണ്ടേഴ്സ് എവിടെയാണെന്നുള്ളത് അവരിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് ഈ കാണുന്നുണ്ടോ, അതായത് സ്കൈ ലൈനിൻ്റെ ഗോൾഡ് ലൈൻ ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് വേണം നമ്മുടെ G2 സ്റ്റേഷൻ്റെ ടിക്കറ്റ് എടുക്കാം. ഇത് കണ്ടോ, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഈ ഗോൾഡ് ലൈനിൽ ആകെ 4 സ്റ്റേഷനേ ഉള്ളൂ കേട്ടോ. സോറി, 4 അല്ല, 3 സ്റ്റേഷനേ ഉള്ളൂ. G1, G2, G3. അപ്പം നമുക്ക് ഐക്കൺ സിയാം ആണെന്നുണ്ടെങ്കിൽ ചാറോണ്ടക്കോൺ എന്ന് പറയുന്ന G2 സ്റ്റേഷനിലേക്ക് വേണം പോകാൻ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഐക്കൺ സിയാമിലേക്ക് BTSൽ വരാമെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് എവിടെ നിന്നാണെങ്കിലും ഫസ്റ്റ് ക്രങ്തോങ്പുരിയിൽ വരിക. ക്രങ്തോങ്പുരിയിൽ വന്നിട്ട് ഗോൾഡ് ലൈനിൽ G2 സ്റ്റേഷൻ എടുക്കുക. ആൻഡ് G2 എന്ന് പറയുന്നത് കറക്റ്റ് ഐക്കൺ സിയാമിൻ്റെ ഫ്രണ്ടിലായിരിക്കും കേട്ടോ നമ്മൾ എത്തുന്നത്. ഇവിടെ തിരക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു ട്രെയിൻ പോയേ ഉള്ളൂ. എൻ്റെ ആ പോകുന്നുണ്ട്, അതാണ് ചെറിയ ട്രെയിനാണിത്. അതിന് തിരിച്ചു വരണം. സോ ഒരു 10 മിനിറ്റ് എടുക്കും തോന്നുന്നു. ഒരു 10 മിനിറ്റ് എടുക്കായിരിക്കും അല്ലേ. ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ആ ഗ്രാഫോർഡ് എഴുതിയേക്കുന്നത്, അതാണ് ഗോസ്റ്റ് ബിൽഡിംഗ്. എന്താണ് ഗോസ്റ്റ് ബിൽഡിംഗ്? അതെന്തോ ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത ബിൽഡിംഗ് ആണ്. പിന്നെ എന്തോ അതിനകത്ത് ആൾക്കാർ സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി, അതിന് മണ്ടേ ചാടി. അങ്ങനെയൊക്കെയുണ്ട്. ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാം, ഗോസ്റ്റ് ബിൽഡിംഗ് ഇൻ ബാങ്കോക്ക്. അപ്പോൾ ദേ നമ്മൾ ഐക്കൺ സിയാമിൽ എത്തിയിട്ടുണ്ട്. G2ൽ ഇറങ്ങുമ്പോൾ ദേ ഈ ഐക്കൺ സിയാമിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ എൻട്രൻസിലാണ് കേട്ടോ വന്നിറങ്ങാം. ഇത് ഐക്കൺ സിയാമിൻ്റെ ബാക്ക് സൈഡാണ്. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതാണോ ഈ പറഞ്ഞ ലക്ഷറീസ് മോളെന്നൊന്നും വിചാരിക്കില്ല. ഇത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലക്ഷറീസ് മോൾ തന്നെയാണ്. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിൻ്റെ ഫ്രണ്ട് വിഷ്വൽസ്, ആ ഒരു റിവേഴ്സ് സൈഡിൻ്റെ വിഷ്വൽസ് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കയറി വരുമ്പോൾ തന്നെ ദേ ഡിയോറ്, പിന്നെ ദേ അവിടെ റൈറ്റ് സൈഡിൽ സാറയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതൊരു വലിയ ഔട്ട്ലെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ H&M, ബെൻ റിവൈവോ, പിന്നെ അതേ താഴെ ഈ കാണുന്നത് വേഴ്സാഷയുടെ സ്റ്റോറാണ്. ഇതേ വെർസാഷയുടെ ഉടുപ്പുകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കിടക്കുന്നുണ്ടോ, ഇതൊരു ചൈനീസ് കാറാണ്. ഇവിടെയുള്ള ഒരു ചൈനീസ് കാർ ബ്രാൻഡാണ്. അതിൻ്റെ പേര് ഡീപാൽ എന്നാണ്. ഇതെന്തോ ഇതിൻ്റെ ടയർ കണ്ടോ, ഗുഡിയർ ആണ്. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഇരിക്കാനൊക്കെ ആയിട്ട് ഉരുളൻകല്ല് ഷേപ്പിൽ സീറ്റിംഗ് കൊടുത്തേക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ H&Mന്റെ സ്റ്റോർ. ഇതൊരു 3-4 ഫ്ലോർ ഉള്ള ഒരു H&M ആണ്. വലിയ ഷോപ്പാണ്. ഇത് കണ്ടോ, ഇവിടെ ഉള്ളൊരു സീറ്റിംഗ് ലോഞ്ച് ആണിത്. ഇതിന്റെ മുകളിൽ ഒരു ആപ്പിൾ സ്റ്റോർ ഉണ്ട് കണ്ടോ. പിന്നെ എന്തൊക്കെയോ കുറേ ബ്രാൻഡ്സ് ഉണ്ട്, അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. ബോസ്, ഫെൻഡി, ലൂയി വിറ്റൺ, ബെലൻസിയാഗ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഐക്കൺ സിയാമിൻ്റെ ഐക്കൺ ലക്സ് എന്ന് പറയുന്ന ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണ്. അതായത് ഈ ലക്ഷറി ബ്രാൻഡ്സ് എല്ലാം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലോർ ഏരിയ ആണിത്. അതിനെ അവർ ഐക്കൺ ലക്സ് എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാണുന്ന ലക്ഷറി ബ്രാൻഡ്സ് എല്ലാം തന്നെ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇവിടെ രണ്ട് ഐക്കൺ ലക്സിൻ്റെ നാവിഗേഷന് വേണ്ടിയിട്ടൊരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കിവിടെയുള്ള ഇവൻറ്റ്സും മറ്റേ ഷോപ്സ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഡയറക്ഷൻസും ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ.
ഇത് ഈ ഒരു നാവിഗേഷൻ ഐക്കൺ ലെക്സിന്റെ മാത്രമാണ്. പിന്നെ ഇത് പുറത്ത് കാണുന്നുണ്ടോ റിവർ, ഇതാണ് ഞാൻ പറഞ്ഞ ചാവപ്രായ റിവർ. ഈ ഒരു റിവറിലാണ് രാത്രിയാകുമ്പോഴേക്കും ക്രൂയിസസ് ഒക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ലാൻഡൺ ഫെസ്റ്റിവലും ഈ റിവർ സൈഡിലാണ് കേട്ടോ. അതൊന്ന് രാത്രി ഒന്ന് ഇരുട്ടിയതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് അതിന്റെ വിഷ്വൽസ് കാണിച്ചു തരാം. അതൊരു മസ്റ്റ് വാച്ച് ആണ്, ആരും മിസ് ചെയ്യണ്ട കേട്ടോ. റോളക്സിന്റെ വാച്ച് ഇരിക്കുന്ന 7 അകലം വരെ അവര് ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ. അതിന്റെ അടുത്തേക്ക് പോകാൻ പോലും റെസ്ട്രിക്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കാണുന്ന ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് സെക്ഷൻ ആണ് കേട്ടോ. കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇത് ഈ ഫ്ലോറൊക്കെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. വീഡിയോയിൽ അത് എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇവിടുത്തെ ഈ ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് വീഡിയോയിൽ അത് കംപ്ലീറ്റ്ലി കിട്ടുന്നില്ല. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് ശരിക്കും നല്ലതാണ്, നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പോൾ ഈ പുറത്തെ ലാൻഡൺ ഫെസ്റ്റിവൽ രാത്രിയായിട്ടായിരിക്കും കാണാൻ ഭംഗി. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ പോകാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. കടയിൽ കഴിക്കാൻ കയറിയപ്പോൾ കണ്ടോ, ഡിഷസ് കണ്ടോ, നീരാളിയാണിത്. ഒക്ടോപ്പസും എന്തോ ബ്ലാക്ക് റൈസും കൂടെ ഉള്ള ഡിഷ്. അങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഗ്രിൽഡ് ബേബി ഒക്ടോപ്പസ്. അപ്പൊ ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ്, സൂക്സിയാം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തായ് ഫുഡ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തായ് ഫുഡ് കഴിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇവിടെ തായ് ട്രഡീഷണൽ ഡ്രസ്സസ് ഒക്കെ സെല് ചെയ്യുന്ന. ഇതെല്ലാം തായ് സ്നാക്സ് ആണ്. അതിന്റെ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ പറ്റും, വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുളിയാണിത്. അത് നമ്മുടെ മറ്റേ പുളിയായിരുന്നു കേട്ടോ, വാളംപുളിയാണ്. അത് വാളംപുളിയിൽ മറ്റേ ഉപ്പും പഞ്ചസാര ഇട്ടതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാനായിട്ട്. പക്ഷേ അതിൽ അരി ഉണ്ട് കേട്ടോ. ഇതേ അരി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തായ് സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത്. ഇവിടെ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കണ്ടോ, buy 5 get 1. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത്. വേണ്ടേ, കാഷ്നട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ജ്യൂസ് സെക്ഷൻസ് ആണ് കണ്ടോ. ഇതെല്ലാം ഫ്രഷ് ജ്യൂസസ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇതുണ്ട് റംബൂട്ടാൻ ഇരിക്കുന്നുണ്ട്. റംബൂട്ടാന്റെ പ്രൈസ് 125 ബാട്ടാണ്. ഇത്രയും. ഇതെന്തോ, ഇത് വുഡ് കൊണ്ടുണ്ടാക്കിയ വാച്ചസ് ഒക്കെയാണ് കേട്ടോ. അതേപോലെ കണ്ണാടി, ഇതിൻ്റെയൊക്കെ പ്രൈസ് 2500 തായ് ബാട്ടൊക്കെയാണ് കേട്ടോ. അതായത് 6000 7000 ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് പ്രൈസ്. പിന്നെ സ്ട്രോബെറി ലവേഴ്സിന് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, മറ്റേ UK സംഭവം അതൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ അതേപോലെ വേണ്ട കോൺ ഇരിക്കുന്നു, സ്റ്റീംഡ് കോണും അതേപോലെ കോൺ മിൽക്കും ആണ് കേട്ടോ ആ ഐസിലിരിക്കുന്നത്. സീ ഫുഡ് ഡിഷസ് ഒക്കെ കണ്ടോ? വേണ്ട നമ്മുടെ മോമോസ്. ഈ ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഫ്രഷ് ജ്യൂസാണ്, പക്ഷേ നല്ല സ്വീറ്റുമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ തായ്ലൻഡിൽ നിന്ന്. പിന്നെ ഇതേ കണ്ടല്ലോ, നമ്മുടെ വണ്ടും ചീവീടും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോ പിന്നെ ഇതെന്താ സംഭവം മനസ്സിലായി കാണല്ലോ. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐക്കൺസിയാമിൽ വന്നാലേ ടേസ്റ്റ് ചെയ്യാം കേട്ടോ, മുതലേർച്ചി. പിന്നെ ഇതേപോലെ സവനിയേഴ്സ് ഒക്കെ ഉള്ള സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ സെവനിയേഴ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇവിടുത്തെ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഫുൾ ഇത് കാണാനായിട്ട് നല്ല രസമാണ്, ഇവിടുത്തെ ഒരു ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ. ആൻഡ് ഇവിടെ തായ് ഫുഡൊന്നും ഓവർ പ്രൈസ്ഡ് അല്ല കേട്ടോ. നോർമൽ പ്രൈസിൽ നിങ്ങൾക്ക് എല്ലാ തായ് ഫുഡും ഒറ്റ എന്താ പറയുക കൊടക്കീഴിൽ കിട്ടുന്ന ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ ഇത്. താങ്ക് യു. അപ്പൊ ഇത് ഈ സൂക്സിയാം എന്ന് പറയുന്ന ഈ ഒരു ഫുഡ് കോർട്ടില് തായ്ലൻഡിലെ 4 റീജിയന്റെയും എന്താ പറയുക കൾച്ചേഴ്സും അല്ലെങ്കിൽ ഫുഡ് രീതികളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫുഡ് കോർട്ടാണ് കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ സെൻട്രൽ റീജിയൻ, നോർത്തേൺ റീജിയൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് തായ്ലൻഡിൽ തന്നെ പല സ്ഥലങ്ങളിലുള്ള കൾച്ചേഴ്സ് എല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തായ് ഫുഡ് ഐറ്റംസ് എല്ലാം ഒറ്റ കൊടക്കീഴിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷൻ ആണ് കേട്ടോ ഇത്. അതായത് ഇങ്ങനെ സതേൺ റീജിയൻ എന്ന് പറഞ്ഞിട്ട് തായ്ലൻഡിന്റെ സതേൺ പാർട്ടിലെ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് കൾച്ചേഴ്സ് ഒക്കെ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ വേണ്ട അങ്ങ് ദൂരെ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റേൺ കാണാം. അപ്പോൾ ഇനി അടുത്ത ലാൻഡേൺ ഫെസ്റ്റിവൽ നടക്കുന്നത് ഇവിടെയാണ്, ഇത് പുറത്താണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി നോക്കാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ ഈ ക്രൂയിസ് ഡിന്നേഴ്സ് ഒക്കെ ഉള്ളത് ഈ ഒരു റിവറിലാണ് കേട്ടോ. ഈ ഒരു റിവറിലാണ് ക്രൂയിസസും ക്രൂയിസ് ഡിന്നേഴ്സും ഒക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ, ഈ കാണുന്ന പോലത്തെ ക്രൂയിസസിലൊക്കെ. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ലാൻഡൺ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തായ്ലൻഡ് ചൈന റിലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു ഇവന്റ് ആണ് കേട്ടോ ഇത്. ദ സ്പിരിറ്റ് ഓഫ് മൗണ്ടൻ ആൻഡ് സീസ് എന്ന് പറഞ്ഞിട്ട് UUAN ലാൻഡേൺ ഫെസ്റ്റിവൽ ആണ് ഇപ്പോൾ ഈ ഐക്കൺസിയാമിൽ നടക്കുന്നത്. ഇതിനി August 15 വരെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഡെയിലി 4 PM to 10 PM ആണ് കേട്ടോ. ആൻഡ് ഇത് നടക്കുന്നത് ഈ റിവർ സൈഡിലാണ്, ഐക്കൺസിയാമിന്റെ ഈ റിവർ സൈഡിലാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ അവർ കുറെ ചൈനീസ് വിശ്വാസപ്രകാരമുള്ള ഡയറ്റീസ് അല്ലെങ്കിൽ ഗോഡിന്റെ ഒക്കെ ക്യാരക്ടേഴ്സ് ആണ് ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഐതിഹ്യവും അവരിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, എന്താണ് ആ വിശ്വാസം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ഒരു ക്യാരക്ടർ. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ പേരെന്ന് പറഞ്ഞാൽ ചെങ്ക്വാങ് എന്നാണ്. നിങ്ങൾ ചൈനയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതിനെ ആരാധിക്കുന്ന ടെമ്പിൾസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ഇതിന്റെ പിന്നിലെ വിശ്വാസം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിനെ റൈഡ് ചെയ്യുന്ന ഒരാളുടെ ലൈഫ് സ്പാൻ കൂടും. അതായത് അയാളുടെ ലൈഫ് സ്പാൻ 2000 years എക്സ്പാൻഡ് ആവും. അപ്പൊ ലോങ് ലൈഫ്, ലോഞ്ചിറ്റിവിറ്റി ഒക്കെയാണ് ഈ ഒരു ക്യാരക്ടർ ചൈനീസ് വിശ്വാസപ്രകാരം സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്ത ക്യാരക്ടർ ഈ കാണുന്നതാണ്.
ഇതിന്റെ പേര് ലുഷു എന്നാണ്. അപ്പം ഇതിന്റെ ഐതിഹ്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിന്റെ സിമ്പൽ ധരിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഡിസെൻഡൻസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ലൈഫിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഫ്യൂച്ചർ ജനറേഷൻസിന് നല്ലതാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു ക്യാരക്ടറിന്റെ പിന്നിലുള്ളത്. അപ്പം ഇതും എന്താ പറയുക, ചൈനീസ് ഒരു ഡൈറ്റിയാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചെല്ലാം പറയുന്നത് ദ ക്ലാസിക് ഓഫ് മൗണ്ടൻ ആൻഡ് സീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചൈനീസ് ടെക്സ്റ്റ് ഉണ്ട്. അതായത് 2000 വർഷങ്ങൾക്ക് മുന്നേ രൂപപ്പെട്ട ഒരു ബുക്കാണത്. അതിനകത്ത് ഇങ്ങനെ ഉള്ള മിത്തിക്കൽ ക്രീച്ചേഴ്സിന്, മൗണ്ടേഴ്സ്, റിവേഴ്സ്, ലെജൻഡറി ടെയിൽസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ബുക്കിൽ പറയുന്ന കുറെ ഡൈറ്റി ക്യാരക്ടേഴ്സ് ആണ് ഈ കാണിച്ചേക്കുന്നതെല്ലാം കേട്ടോ. പിന്നെ അതേപോലെ ദേ ഈ കാണുന്നതാണ് അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ പേരെന്ന് പറഞ്ഞാൽ വിഷു. ഇങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് ചൈനീസ് വേർഡ് ആണ്. ഇത് ഇംഗ്ലീഷിൽ പ്രൊണൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷു എന്നൊക്കെ നമുക്ക് വായിക്കാം. ആൻഡ് ഈ എഴുതിയേക്കുന്നതാണ് ഇതിന്റെ പിന്നിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഐതിഹ്യം എന്ന് പറയുന്നത്. ബേസിക്കലി ബാനിഷിങ് ഇവിൽ സ്പിരിറ്റ്സ് എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് കേട്ടോ. അതിന്റെ ആ കണ്ണ് കണ്ടോ, ഇങ്ങനെ അടയുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഒരു ലൈവ് എഫക്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ രാത്രി വരണം കേട്ടോ. അപ്പോഴാണ് ഇതിന്റെ ശരിക്കും ഒരു വൈബ് കിട്ടുക. എന്ന് പറഞ്ഞാൽ അപ്പോഴല്ലേ ഈ ഫുൾ ലൈറ്റ്സ് ഒക്കെ കാണുക. അപ്പൊ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാം. അവിടെ ചൈനീസ് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ചൈനീസ് ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി ചൈനീസ് സുന്ദരിമാരുടെ ഡാൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ. ഈ പ്രോഗ്രാം ഇപ്പൊ ഡെയിലി ഉണ്ട്. ഇത് ഓഗസ്റ്റ് 15, 2025 വരെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഐക്കൺസിയാം മോളിന്റെ റിവർ സൈഡ് എന്നുള്ള വ്യൂ കേട്ടോ. ഇതിപ്പോ ഞാൻ ഈ താഴെ നിന്ന് പിടിക്കുമ്പോൾ മോളിന്റെ ഫുൾ വിഷ്വൽ കിട്ടുന്നില്ല. ശരിക്കും ഇത് ഒരു നല്ല വിഷ്വൽ വേണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ വിഷ്വൽ കാണണം. അത് നെറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പിംഗ് മോളാണ് കേട്ടോ. ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങളെ ഇതിന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിലും വാട്ടർഫോൾ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ള് കാണുക. കുറച്ച് ലോങ് ആയിരിക്കും, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അടുത്തത് ഇനി ഇവിടെ വാട്ടർ ഷോ ആണ്.
ഫുൾ നനഞ്ഞു കേട്ടോ, ഫുൾ നനഞ്ഞു. My heart rages around like an ocean in my head. I can almost feel you walking in the distance, but I know that it's not reality. If you are echoing around inside these parallel dimensions all alone, know I'll find you in my dreams. ഇനി എന്തൊക്കെയോ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത് രാത്രി ആയപ്പോഴേക്ക് ക്രൂയിസ് ഡിന്നേഴ്സ് എല്ലാം വന്ന് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. എല്ലാ ക്രൂയിസസിലും ഇങ്ങനെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര വൈബ്, അതിനകത്ത് മറ്റേ പാട്ടും ഡി ജെ ഒക്കെ കാണും കേട്ടോ. പിന്നെ ഫുഡ് കോണ്ടിനെന്റൽ ഓപ്ഷനും ഇന്ത്യൻ ഫുഡുള്ള ക്രൂയിസസും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനെല്ലാം പോവാം. ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് ഓൺലൈനിലും ബുക്ക് ചെയ്യാം. പിന്നെ അതല്ലാതെ ഇവിടെ ഷോപ്പിംഗ് മാളിൽ വന്നിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാനിതുവരെ ക്രൂയിസിൽ പോയിട്ടില്ല. എപ്പോഴേലും പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഇതിനോട് ചേർന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ കുറേ 5 സ്റ്റാർ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ഇതിനോട് തൊട്ട് ചേർന്ന് അപ്പുറത്ത് കണ്ടോ ഹിൽട്ടൺ ഉണ്ട്. പിന്നെ അതേപോലെ ഷെറാട്ടൺ, അങ്ങനത്തെ കുറേ ഏതൊക്കെയോ ഹോട്ടൽസ് ഒക്കെ ഈ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. 5 സ്റ്റാർ ഹോട്ടൽസ് മാത്രമല്ല, ഈവൻ ഐബിസ് ഒക്കെ ഉണ്ട്. ഐബിസ് റിവേഴ്സ് സൈഡ് ഞാൻ എൻ്റെ ബഡ്ജറ്റ് ട്രാവൽ ഗൈഡ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്റ്റേ ഓപ്ഷൻ ആയിരുന്നു. സോ അവിടെയാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നടന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ഞാൻ പിന്നെയും അകത്തേക്ക് വന്നു. ഇനി അകത്തെ കുറച്ച് വിഷ്വൽസും കൂടെ കാണിച്ചു തരാം. ദേ ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ വൈഡ് വീഡിയോ കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ ഒരു വാട്ടർഫോൾ പോലെയൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതേപോലെ ഇവിടെ ഒരു ആപ്പിളിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ ഉണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള മാൾസിനെയൊക്കെ അപേക്ഷിച്ച് ഇവിടെ ഒരുപാട് സീറ്റിംഗ്സ് ഉണ്ട്. അതായത് എല്ലാ ഫ്ലോർസിലും പല പല ഏരിയാസിൽ ഇങ്ങനെ സീറ്റിംഗ് ലോഞ്ചസും അല്ലാതെ ഇങ്ങനെ സിംഗിൾ ആയിട്ടുള്ള പെബിൾ റോക്ക് പോലത്തെ ചെയേഴ്സും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സീറ്റിംഗ് ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാല് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാനായിട്ട് സീറ്റ് എന്തായാലും കിട്ടും കേട്ടോ. കാരണം എല്ലാ ഫ്ലോർസിലും പല ഏരിയാസിലായിട്ട് ഇങ്ങനെ ഒരുപാടെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഐക്കൺ വൈബ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ ഇങ്ങനെ അവർ ഷോപ്പീസ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. അതേണ്ട നമ്മുടെ ഗണപതിയുടെ രൂപം, പിന്നെ ഓസ്ട്രിച്ച് എഗ്, ടൈഗർ, അങ്ങനെ പല രൂപത്തിലുള്ള ഷോപ്പീസ് ഒക്കെ സെല് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജെംസ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ തിളക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം. ഇതെങ്ങനെ എടുത്തിനി കയ്യിൽ നിന്ന് താഴെ വീണാലും പ്രശ്നമാണ്. സോ എടുത്ത് കാണിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ടൂറിസ്റ്റും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. കാരണം ഇങ്ങനെ എന്താ പറയുക, അറബ് കൺട്രീസിൽ നിന്നും അല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഒരുപാട് പോഷ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഒക്കെ വരുന്ന ആൾക്കാർ ഇങ്ങനത്തെ ലക്ഷറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. അല്ലാതെ നമ്മളെ പോലെയുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, വന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, ഫോട്ടോസ് ഒക്കെ എടുക്കുക, എൻജോയ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ അല്ലേ. കാരണം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യമല്ലേ. പിന്നെ അതേ അടുത്ത സെഗ്മെന്റിൽ അവരിങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ സെല് ചെയ്യുന്നുണ്ട്. പല ബ്രാൻഡ്സും ചെറിയ ചെറിയ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഡ്രസ്സസൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കൗണ്ടേഴ്സായിട്ടൊക്കെ സെല് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിലും ഇവിടെ എല്ലാം എക്സ്പെൻസീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഐക്കൺ ചെയ്യാമെന്ന് ഞാൻ പറയില്ല. ബഡ്ജറ്റായിട്ട് ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഐക്കൺ സിയാം. അതാണ് ഞാൻ നേരത്തെ കാണിച്ച സൂക്ക് സിയാം എന്ന് പറയുന്നത്. തായ് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. സോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഫുഡ് മാത്രമേ ഐക്കൺ സിയാം എന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക, ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ.
പിന്നെ അതെൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ ആപ്പിൾ സ്റ്റോർ ഉണ്ട്. അത് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. പിന്നെ അതല്ലാതെ ഈ ഫ്ലോറിൽ തന്നെ എൻ്റെ പോർഷയുടെ ഷോറൂം ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡ്സ് എല്ലാം തന്നെ ഈ ഒരു ഷോപ്പിംഗ് മാളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആൻഡ് നമുക്കിപ്പോൾ ഈ പോർഷയുടെ കാർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോറൂമിനകത്ത് കയറിയിട്ട് കാറ് ചുമ്മാ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. അതായത് നമ്മളിപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം, കയറി കാണാം, വണ്ടിയിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെല്ലാം ഹാൻഡിൽ വിത്ത് കെയർ. അതായത് നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ എല്ലാം സേഫ് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറിൻ്റെ ആ ഒരു ഫ്ലോറിലേക്കാണ്. ഈ കാണുന്ന ആപ്പിൾ സ്റ്റോറിൽ നിന്നാണ് ഞാൻ എൻ്റെ ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. 2022 iPhone 14 Pro വാങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെ പിന്നെ എപ്പോൾ വന്നാലും തിരക്കാണ് കേട്ടോ. ഈ ഒരു ആപ്പിൾ സ്റ്റോർ എന്നല്ല, വേറെ ആപ്പിൾ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോഴും ഈ ആപ്പിൾ സ്റ്റോറിനകത്ത് എപ്പോഴും തിരക്കാണ്. ഇവരൊക്കെ ഈ വാങ്ങാൻ വരുന്നതാണോ കാണാൻ വരുന്നതാണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എന്താണെങ്കിലും ഫുൾ തിരക്കാണ് എപ്പോഴും. പിന്നെ നമ്മൾ ഈ ബീച്ചസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമ്മളിങ്ങനെ ഒരു ചുമ്മാ തന്നെ എല്ലാവരെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരുടെയും കയ്യിൽ ഐഫോണൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർക്ക് അതിനോടൊക്കെ ഒരു ക്രേസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ ദേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ നൈക്കിയുടെ സ്റ്റോറും പിന്നെ എന്താ പറയുക അങ്ങനത്തെ സ്പോർട്സ് ബ്രാൻഡൊക്കെയാണ് ഇനി അടുത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉള്ളത് കേട്ടോ. ഈ സ്റ്റോറ് തന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. ഭയങ്കര ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമല്ലേ, നല്ലൊരു ആംബിയൻസ് ആണ്. അങ്ങനെ കാണാനാണെങ്കിൽ ഇനിയും ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇനിയും അത് കാണിച്ച് വീഡിയോ ലോങ് ആക്കുന്നില്ല. ഇനി ഒരൊറ്റ കാര്യം കൂടെ കാണിക്കാനുള്ളൂ. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ പോലത്തെ ഒരു സംഭവം, ഒരു തീംഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതും കൂടെ കാണിച്ചു തരാം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളിവിടെ വരുന്ന സമയത്ത് കുറച്ച് സമയം ഇരിക്കാനും നല്ല ഫോട്ടോസ് എടുക്കാനും പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലോറിലാണ് നമ്മുടെ സിനിമാ തിയേറ്റർ ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഐക്കൺ സിയാമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇനി ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോറിലാണ് വരേണ്ടത്. പിന്നെ നിങ്ങളിവിടെ തായ്ലൻഡിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും മലയാളം സിനിമ കാണാൻ പറ്റില്ല. കാരണം ഇവിടെ മലയാളം ഫിലിംസ് റിലീസ് ആകാറില്ല. അപ്പോൾ ഹോളിവുഡ് ഫിലിംസ്, ഇംഗ്ലീഷ് മൂവീസ് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ അതേപോലെ എന്താ പറയുക നമ്മുടെ ബോളിവുഡ്, ഹിന്ദി സിനിമകളൊക്കെ ഇവിടെ റിലീസ് ആവാറുണ്ട് കേട്ടോ. അതായത് ഹിറ്റായിട്ടുള്ള ബോളിവുഡ് മൂവീസൊക്കെ ഇവിടെ റിലീസ് ആവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. അതായത് കഴിക്കാനായിട്ടുള്ള ഒരു ചെറിയ ഫുഡ് കോർട്ടും ഈ ഒരു ഫ്ലോറിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് നിങ്ങളെ ആ ഒരു വാട്ടർഫോൾ സംഭവം കാണിക്കാനായിട്ടാണ് കേട്ടോ. ഇതാണ് തിയേറ്റർ. ഇത് ഐമാക്സ് തിയേറ്റർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഐമാക്സ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് എനിക്കൊന്ന് ഇവിടുത്തെ മെജോറിറ്റി തിയേറ്റേഴ്സും ഐമാക്സ് തന്നെയാണ് കേട്ടോ. അതായത് എല്ലാ തിയേറ്റേഴ്സിലും ഐമാക്സ് സ്ക്രീൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഏത് സിനിമ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ പോയാലും ഈ മറ്റേ DC മാർവൽ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പ്രതിമകൾ ഇരിക്കുന്നത് കാണാം. എനിക്ക് ഈ ക്യാരക്ടേഴ്സ് ഒന്നും വലിയ ഐഡിയ ഇല്ല. ഇവൻ ആരാന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യ്. എനിക്ക് തോന്നുന്നു DC മാർവൽ ക്യാരക്ടർ ഏതെങ്കിലും ആയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ അതേണ്ട തിയേറ്ററിനോട് ചേർന്ന് മറ്റേ അമ്യൂസ്മെൻ്റ് ഏരിയ ആണ്. അതായത് പിള്ളേരുടെ പ്ലേ ഏരിയ ഒക്കെയാണ്. അതായത് എല്ലാ ഷോപ്പിംഗ് മോൾസിലും കാണുമല്ലോ, നമ്മുടെ നാട്ടിലെ ലുലുലു, ഫണ്ടിയൂറോ ഉള്ള പോലെ എല്ലാ ഷോപ്പിംഗ് മോൾസിലും ഇങ്ങനത്തെ ഒരു അമ്യൂസ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഫൺ ഏരിയ കാണും. അപ്പോൾ ഈ ഐക്കൺ സിയാമിൽ ഇതും വരുന്നത് ഈ ഒരു ഫ്ലോറിലാണ് കേട്ടോ. ഈ ഫ്ലോർ മൊത്തത്തിൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അത് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേങ്കിലും ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ആ വാട്ടർഫോൾ പോലത്തെ സംഭവമൊക്കെ ഉള്ളത്. കണ്ടോ, ഇവിടെ സൈഡിൽ വെള്ളം പോലെ ഒരു റിവർ പോലെയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റൂഫ് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ ആ വാട്ടർഫോൾ പോലത്തെ സംഭവം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈവൻ അതിൻ്റെ ആ ഒരു റൂഫിൻ്റെ പെയിൻറ്റിങ് കണ്ടോ, വേറെ രീതിയിൽ അവർ തീം ചെയ്തേക്കുവാണ്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്ര മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിലും ഇറ്റ്സ് ലൈക്ക് റിയലി ബ്യൂട്ടിഫുൾ കേട്ടോ. ഈ കളർ, ഈ വാട്ടർഫോളിൻ്റെ ആംബിയൻ ലൈറ്റ്സ് തന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ റെഡ് വരുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് പിങ്ക് ആവും, പേർപ്പിൾ ആവും, അങ്ങനെ മാറി മാറി കളേഴ്സ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഷോ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പതിയെ തിരിച്ച് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 8 മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി പോവാണ്. തിരിച്ച് നമ്മൾ ടാക്സിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇതേപോലത്തെ നെക്സ്റ്റ് എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ. ഓക്കെ.